back to another video of Mom Updates. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണെന്ന് വെച്ചാൽ 8 to 10 monthsൽ കുഞ്ഞിന് പുതിയതായിട്ട് കൊടുത്തു തുടങ്ങേണ്ട ചില ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ ഒരു 8 to 10 monthsൽ കുഞ്ഞിൻ്റെ ഭക്ഷണകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്, അതായത് ചില ബോണസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്, അതുകൊണ്ട് അവസാനം വരെ കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. 6 മാസത്തിൽ നമ്മൾ കൊടുത്തു തുടങ്ങിയ പ്യൂരിഡ് ഫുഡൊക്കെ ഇല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് 8 മാസത്തിൽ എത്തുമ്പോഴത്തേക്ക് കുഞ്ഞിന് ഏത് തരത്തിലുള്ള എന്തൊക്കെ ഫുഡൊക്കെ കൂടി നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പം ഞാൻ ഈ ഫുഡിനെ എല്ലാം ഇവിടെ കുറേ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറിയിലും എന്തൊക്കെയാണ് വരുന്നത്? വെജിറ്റബിൾസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എല്ലാ വെജിറ്റബിൾസും നിങ്ങൾക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും. അതായത് പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ബീൻസ്, പിന്നെന്താണ് പംകിൻ, സ്വീറ്റ് പൊട്ടാറ്റോ, അങ്ങനത്തെ എല്ലാ വെജിറ്റബിൾസും നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. കുക്കുംബർ, പിന്നെന്താണ് നമ്മൾ സാമ്പാർ, അവിയൽ, അതിനകത്തൊക്കെ ചേർക്കുന്ന എല്ലാ വെജിറ്റബിൾസും കുഞ്ഞിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും. ഇതിനകത്തൊരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ പറഞ്ഞില്ലേ 6 to 8 monthsന്റെ ഫുഡ് ചാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഫുഡ് ഇൻഡിവിജ്വലി ആണ് കൊടുക്കുന്നത്. അത് കുറച്ച് 3 days റൂളില്ലേ, നമ്മളൊരു പൊട്ടാറ്റോയുടെ ഇത് നമ്മൾ 3 ദിവസം കൊടുക്കുന്നു, അലർജി ഒന്നും ഇല്ല എന്ന് വന്നതിന് ശേഷം നമ്മൾ ക്യാരറ്റ് കൊടുക്കുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ ഫുഡ് നമുക്കറിയാം കുഞ്ഞിന് അലർജി ഇല്ലാതെ. അപ്പോൾ ഇങ്ങനത്തെ 2 വെജിറ്റബിൾ മിക്സ് ചെയ്ത് നമ്മൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന സമയമാണിത്. അതായത് കുഞ്ഞിന് നേരത്തെ ഇപ്പം നമ്മൾ പൊട്ടാറ്റോ കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട്, ഇത് 2 കൊണ്ട് കുഞ്ഞിന് അലർജി ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇത് 2 കൂടെ മിക്സ് ചെയ്തിട്ട് വേവിച്ച് അല്ലെങ്കിൽ ഉടച്ച് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം അങ്ങനത്തെ മിക്സഡ് വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള പ്യൂരീസ് അല്ലെങ്കിൽ മാഷ്ഡ് ആയിട്ടുള്ള ഫുഡ് കൊടുത്തു തുടങ്ങാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് 8 months എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോക്കലി അവൈലബിൾ ആയിട്ട് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ കുഞ്ഞിന് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു വെജിറ്റബിൾ മാത്രം സ്റ്റിൽ 3 days റൂൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല, ഏതെങ്കിലും ഒരു ഫുഡ് ചിലപ്പോൾ കുഞ്ഞിന് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധ്യതകളുണ്ട്. ഞാനിത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കുഞ്ഞിനിക്ക് ഫുഡ് കൊടുത്തു തുടങ്ങിയ സമയത്ത് അവൻ ഒരു ഫുഡിനും അലർജി ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പക്ഷേ 8 months ഒക്കെ എത്തിയതിന് ശേഷമാണ് ഞാൻ ഒരു തവണ സ്വീറ്റ് പൊട്ടാറ്റോ കൊടുത്തത്. അത് കൊടുത്ത ദിവസം അദ്ദേഹത്തിന് ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ കൊടുത്തോണ്ട് എനിക്ക് മനസ്സിലായി അത് കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്റ്റിൽ നിങ്ങൾ കൊടുത്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഉണ്ടെങ്കിൽ എന്താ പറയുക, ഏറ്റവും നല്ലത് 3 day റൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ്. എല്ലാ വെജിറ്റബിൾസും നിങ്ങൾക്ക് അതായത് ആവിയിൽ വേവിച്ചോ ഇല്ലെങ്കിൽ പുഴുങ്ങിയിട്ടോ ഉടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ബട്ട് സ്റ്റിൽ 8 മാസത്തിൽ നമ്മൾ ഉപ്പോ പഞ്ചസാര ഇത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെയാണ് എല്ലാ ഫ്രൂട്ട്സും കൊടുക്കാം. ബനാന, ആപ്പിൾ, അവക്കാഡോ, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറേ തരത്തിലുള്ള പഴങ്ങളൊക്കെ കിട്ടില്ലേ, നേന്ത്രപ്പഴം, അല്ലാതെ കുറേ നാട്ടിൽ ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് പഴങ്ങൾ തന്നെയുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കാം. പിന്നെന്താണ് സപ്പോട്ട, അങ്ങനത്തെ എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ആപ്പിളൊക്കെ സ്റ്റിൽ വേവിച്ച് തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു സ്പൂൺ കൊണ്ടൊക്കെ കുറച്ചിങ്ങനെ ചിരണ്ടി എടുത്തിട്ട് അങ്ങനെയും കുഞ്ഞിന് കൊടുത്തു തുടങ്ങും. പിന്നെ 8 മാസത്തിൽ കൊടുത്തു തുടങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുഡാണ് ഗ്രേപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 8 മാസം ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഫിംഗർ ഫുഡ്സ് കൊടുത്തു തുടങ്ങാം. അതായത് അവരുടെ കൈ കൊണ്ട് അവർക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള ഫുഡുകൾ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ്. അപ്പോൾ ഫിംഗർ ഫുഡിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ലിങ്ക് തരാം, അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റിയൊരു ഫ്രൂട്ടാണ് ഗ്രേപ്സ് എന്നുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ സൈസിൽ കട്ട് ചെയ്യണം, ഏതൊക്കെയാണ് പ്രിഫേർഡ് സൈസസ്, അതെല്ലാം ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു ഐഡിയൽ ടൈമാണ് 8 months. സ്റ്റിൽ 8 monthsൽ ഗ്രേപ്സ് ഒക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ ഉറപ്പ് വരുത്താൻ അതിനകത്ത് സീഡ്സ് ഒന്നും ഇല്ലാതെ, സീഡ്ലെസ് ആണെങ്കിൽ അത്രയും നല്ലതെന്ന് ഞാൻ പറയും. ബട്ട് സ്റ്റിൽ സീഡ്സ് ഒന്നും ഇല്ലാതെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും എല്ലാ ഫ്രൂട്ട്സും തന്നെ ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് കൊടുത്ത് പഠിപ്പിക്കുക തന്നെ വേണം. നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറിയാണ് ഗ്രെയിൻസ്, അതായത് ധാന്യങ്ങൾ. ഇതിനകത്ത് വന്നിട്ട് നമുക്ക് റൈസ്, അതായത് അരി കൊടുക്കാം, ഗോതമ്പ്, അതായത് മുറുക്ക് ഗോതമ്പ് കൊടുക്കാം, റവ കൊടുക്കാം, പിന്നെന്താണ് ഓട്സ്, റാഗി, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൊടുക്കാം. അരിയൊക്കെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് അരി കിട്ടുമല്ലോ നമുക്ക്, അതായത് പൊടിയരി കിട്ടും, ബാസ്മതി റൈസ് കിട്ടും, ബ്രൗൺ റൈസ് കിട്ടും, നമ്മളെ നോർമൽ അരി കിട്ടും, ഇങ്ങനത്തെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സമയമാണ് 8 months. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെജിറ്റബിൾസ് ഒക്കെ അവർക്ക് ഓൾറെഡി കൊടുത്ത് പരിചയിച്ചിട്ടുള്ള വെജിറ്റബിൾസും അരിയും കൂടെ മിക്സ് ചെയ്ത് കഞ്ഞി പോലെ ഉണ്ടാക്കി ചെറുതായിട്ട് നുടച്ചിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു സൂപ്പർ ഫുഡാണ്. അതുപോലെ തന്നെ നേരത്തെ കൊടുത്ത് പരിചയമുള്ള 1-2 വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് അരിയുടെ കൂടെ ചേർത്തിട്ട് കിച്ചടി പോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് നല്ല അടിപൊളിയാണ്. നോർമൽ വെയിറ്റ് ഗെയിൻ, അതായത് ഹെൽത്തി വെയിറ്റ് ഗെയിന് ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം വേറെയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്ക് പരീക്ഷിക്കാൻ ഞാൻ ഉദ്ദേശിച്ച ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഐഡിയൽ ടൈം
ടൈമാണ് 8 months to 10 months ടൈം. അടുത്തതാണ് ഡയറി പ്രോഡക്ട്സ്, അതായത് പാലും പാലുൽപ്പന്നങ്ങളും. പാലെന്ന് പറഞ്ഞ സാധനം അറിയാലോ, പശുവിന്റെ പാല്, ഏത് തരത്തിലുള്ള ആനിമൽ മിൽക്ക് ആണെങ്കിലും കുഞ്ഞിന് 1 വയസ്സിന് ശേഷം മാത്രം കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ 8 മാസം എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുഞ്ഞിന് യോഗട്ട് കൊടുത്തു തുടങ്ങാം, അതായത് തൈര് കൊടുത്തു തുടങ്ങാം, പനീർ, ചീസ്, യോഗട്ട്, പിന്നെന്താണ് നെയ്യ്, ഇതൊക്കെ കുഞ്ഞിന് കൊടുത്തു തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ നല്ല ഹെൽത്തി വെയിറ്റ് ഗെയിനും അവരുടെ നല്ലൊരു ഓവറോൾ ഡെവലപ്മെന്റിനും നല്ലൊരു ഗ്രോത്തിനും ഒക്കെ വേണ്ടിയിട്ട് നല്ലോണം തന്നെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഇതൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ കഴിവതും നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ കഴിവതും ലോ ഫാറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ലോ ഫാറ്റ് പ്രോഡക്ട്സിലൊക്കെ തന്നെ അതിന്റെ പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ തന്നെ അങ്ങ് പ്രോസസ്സ് ചെയ്യുമ്പോൾ അങ്ങ് മാറിപ്പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഫുൾ ഫാറ്റ് ആയിട്ടുള്ള, അതായത് ഹോൾ മിൽക്ക് എന്നുള്ള പ്രോഡക്ട്സ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും. അടുത്ത കാറ്റഗറിയാണ് മീറ്റ്, ഫിഷ് ആൻഡ് പോൾട്രി, അതായത് ഇറച്ചി, മീന്, മുട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുഞ്ഞിന് കൊടുത്തു തുടങ്ങാൻ പറ്റുന്ന സമയമാണ്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടാണ് 6 മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ചിക്കൻ കൊടുത്തു തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ 8 മാസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ, ബീഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ചിക്കന് പുറമെ ബീഫ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ചെറിയ അളവിൽ കുഞ്ഞിന് കൊടുത്തു തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ എഗ് യോക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റുന്ന അടിപൊളി സമയമാണ് 8 months എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് കുഞ്ഞിന് മുട്ടയുടെ വെള്ള കൊടുക്കരുത്, മുട്ടയുടെ മഞ്ഞ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. 1 വയസ്സ് എത്തിയതിനു ശേഷമാണ് നമ്മൾ മുട്ടയുടെ വെള്ള കൊടുത്തു തുടങ്ങുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസ് ഒക്കെ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഒരുപാട് ഇതിനകത്ത് പറയുന്നില്ല. മീനൊക്കെ കൊടുത്തു തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഐഡിയൽ ടൈമാണ് 8 months. പിന്നെ മീൻ കൊടുത്തു തുടങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് മുള്ളൊന്നും ഇല്ലാണ്ടാണ് കൊടുക്കുന്നതെന്ന് ഒന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം അതിനകത്തൊക്കെ ചെറിയ മുള്ളാണുള്ളതെങ്കിൽ പോലും കുഞ്ഞിന് നമ്മളോടൊന്നും പറയാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിച്ച് ആ ഒരു ഫുഡ് ഒഴിവാക്കേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾക്ക് അതും ധൈര്യമായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ കാറ്റഗറി ഓഫ് ഫുഡ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, പിന്നെന്താ നമ്മൾ പറഞ്ഞത് ഡയറി പ്രോഡക്ട്സ്, പിന്നെ മീറ്റ്, പോൾട്രി ആൻഡ് ഫിഷ്, ഇത്രയും സംഭവങ്ങൾ കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ബോണസ് പോയിന്റ്സ് ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞ് ഫുഡ് കഴിക്കുമ്പോൾ കുഞ്ഞിനെ അപ്രൈറ്റ് ആയിട്ട്, ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല, അതുപോലെ ഇരുത്തിയിട്ട് മാത്രമേ ഫുഡ് കൊടുക്കാവുള്ളൂ. അത് നിങ്ങൾ ചില കുട്ടികൾ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ടാവും, ചില കുട്ടികൾ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇരുന്ന് തുടങ്ങാത്ത കുട്ടികളാണെങ്കിൽ നല്ലോണം സപ്പോർട്ട് ചെയ്ത് എവിടെയെങ്കിലും ഇരുത്തിയിട്ട് വേണം അങ്ങനെ കൊടുത്തു തുടങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ചോക്ക് ചെയ്യാനൊക്കെയുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. പിന്നെ 8 to 10 months എന്ന് പറയുന്ന സമയമുണ്ടല്ലോ, ട്രാൻസിഷന് പറ്റിയ ബെസ്റ്റ് ടൈമാണ്. അതായത് പ്യൂരി ഫോമിൽ നിന്ന് കുഞ്ഞിന് കുറച്ച് ഉടച്ചു കൊടുക്കുമല്ലോ ഫുഡ്, നമ്മൾ കൈ കൊണ്ട് അല്ലെങ്കിൽ ഒരു കൈ കൊണ്ടൊക്കെ ഉടച്ചു കൊടുക്കുമല്ലോ, ആ ഒരു ഫോമിൽ കൊടുക്കാൻ പറ്റിയ കറക്റ്റ് സമയമാണ് 8 മാസം. അപ്പൊ കുഞ്ഞിനത് നല്ലോണം തന്നെ അങ്ങനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പല്ലില്ലല്ലോ കുഞ്ഞിന് പിന്നെ എങ്ങനെ ചവയ്ക്കും, പക്ഷെ അവരുടെ മോണ അതിന് വേണ്ടിയിട്ട് ദൈവം നല്ലോണം തന്നെ സ്ട്രോങ് ആക്കിയിട്ടാണ് ആ ഒരു സമയത്ത് കൊടുത്തിട്ടുള്ളത്. സോ അവർക്കത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പേടിയായതുകൊണ്ട് നമ്മളിത് കൊടുക്കത്തില്ല. എന്നിട്ട് എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ഒരു 10 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞിന് ഒരു കാരണവശാൽ ഈ ഒരു കൺസിസ്റ്റൻസി ചേഞ്ചുമായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവാനേ പറ്റില്ല. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മേക്ക് ഷുവർ 8 to 10 മാസത്തിനിടയിൽ തന്നെ നിങ്ങൾ പ്യൂരി, അതായത് എല്ലാം അരച്ചു കൊടുക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് ജസ്റ്റ് കൈ കൊണ്ടോ ഒക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഫുഡിന്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് 8 മാസത്തിൽ ഫിംഗർ ഫുഡ് കൊടുത്ത് പഠിപ്പിക്കുക തന്നെ വേണം. തന്നെ സ്വന്തം കൈകൊണ്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ആ ഒരു മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ് ദൈവമായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാണ് വേണ്ടത്. സോ കുഞ്ഞിനെ അങ്ങനെ ഫിംഗർ ഫുഡ്സ് കൊടുത്ത് പഠിപ്പിക്കുക തന്നെ വേണം. പിന്നെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഉപ്പ്, പഞ്ചസാര ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ല. 1 വയസ്സ് വരെ ഉപ്പും പഞ്ചസാരയും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും കുഞ്ഞ് എങ്ങനെ ഇതൊക്കെ ഫുഡ് കഴിക്കും, അവർക്ക് ഇങ്ങനെ ഉപ്പിന്റെയും പഞ്ചസാരയുടെ ഒന്നും ടേസ്റ്റ് അറിയില്ല, അതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതുകൊണ്ട് അവർ ഫുഡ് കഴിക്കാണ്ട് ഒരിക്കലും ഇരിക്കില്ല. സോ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ പേടിക്കണം. ഉപ്പും പഞ്ചസാരയും ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പവും വരില്ല കേട്ടോ. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 8 മാസം തൊട്ട് നിങ്ങൾക്ക് കുഞ്ഞിന്റെ ഭക്ഷണത്തിൽ സീസൺ ചെയ്യാൻ വേണ്ടി ചെറിയ തോതിൽ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തത്, അതായത് മഞ്ഞൾപ്പൊടി, ജീരകം, കായപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് ഗ്രാജുവലി അത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 10 to 12 months ഒരു ഹോംലി ഫുഡിലോട്ടുള്ള ട്രാൻസിഷൻ വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഈസി ആയിരിക്കും.
പിന്നെ 10 to 12 മന്ത്സിൽ ഹോംലി ഫുഡ് കൊടുത്തു തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതിന് മുമ്പുള്ള ഒരു ആദ്യത്തെ പടിയായിട്ട് ഫിംഗർ ഫുഡായിട്ട് നിങ്ങൾക്ക് ഹോംലി ഫുഡൊക്കെ കൊടുത്തു തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പൊ അത് ഏതൊക്കെ ഫുഡാണെന്നൊക്കെ ഞാൻ ഫിംഗർ ഫുഡിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ട് മറക്കാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ അതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ഐഡിയാസ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്നില്ല, ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ എന്താണ് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരാൻ വേണ്ടിയിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.